ഗ്രോവിയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ഇ കൊമേഴ്സ് കം ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതിന്. ഇത്രയും കാലം അതിനൊരു ലൈസൻസിങ്ങോ റൂൾസോ റെഗുലേഷൻസോ ഉണ്ടായിരുന്നില്ല. കേരള ഗവൺമെന്റ് അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഇപ്പോൾ പുതിയ റൂൾസും റെഗുലേഷൻസും ഒക്കെ ആയി അതിന്റെ ലൈസൻസിങ് തുടങ്ങിയിരിക്കുകയാണ്. 228ഓളം കമ്പനികളാണ് അതിനുവേണ്ടി ഇപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഫൈനൽ പ്രോസസ്സിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ ഗ്രോവിയ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച്, കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചത് ജൂൺ 25-ാം തീയതിയാണ്. ജൂൺ 26-ാം തീയതിയാണ് എൻ്റെ ബാക്കി ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ ഇരുന്നത്. അത് കഴിഞ്ഞ് കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഫിക്സ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ജൂലൈ 15-നാണ്. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 31 എന്ന് വെച്ചാൽ 1.5 മാസത്തിനുള്ളിൽ എല്ലാ ടൈപ്പ് ഓഫ് ലൈസൻസിങ്ങും കിട്ടുകയും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളതിന് എത്ര സപ്പോർട്ടീവ് ആണ് ഇവിടെ ഗവൺമെന്റ് എന്നുള്ളതിനുള്ള ഒരു വലിയ ഉദാഹരണമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടോ ആളുകൾക്ക് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസോ ആണ്. അതിനെ ഇ കൊമേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഹൈബ്രിഡ് ആയിട്ടാണ് ഗ്രോവിയ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യണം. നാട് മുറിച്ചു ഗ്രോവിയ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക. ഇവിടെ ഇപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന നിങ്ങൾ പറയുന്നത്? ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കും. അത് നന്നായിരിക്കും. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.